പ്രണവ് മോൻ. എംവാഗ് പ്രോജക്റ്റിൽ പ്രോജക്ട് കൺസൾട്ടന്റായെങ്കിലും ഗൗതം കൂടെ ഉണ്ടാവുമെന്ന് ഒരു ഉറപ്പ് കൊടുക്കാൻ പറ്റിയ ഈ പ്രോജക്റ്റ് പ്രണവിന് കിട്ടും. അങ്ങനെ ഒരു ഉറപ്പ് കൊടുക്കാൻ പറ്റുമോ? ഗൗതം കൺസൾട്ടന്റായിട്ട് കൂടെ നിൽക്കുമോ? ഈ പ്രോജക്റ്റില് ഗൗതം ഉറപ്പായിട്ടും ഉണ്ടാവും സർ. അങ്ങനെ വാക്കാലുള്ള ഉറപ്പ് മതിയാവില്ല മാഡം. എനിക്ക് ഡയറക്ടർ ബോർഡിനും ചെയർപേഴ്സണും കൊടുക്കാൻ ഒരു രേഖ വേണം. ഞാൻ ഗൗതമിന്റെ കൂടെ ഉള്ളിടത്തോളം കാലം, എനിക്ക് ജീവൻ ഉള്ളിടത്തോളം കാലം ഞാൻ അതിന് സമ്മതിക്കില്ല. നിനക്ക് എന്ത് അന്തസ്സാടാ ഉള്ളത്? ചതിയിലൂടെ അവന്റെ കയ്യിൽ നിന്ന് എല്ലാം ഒപ്പിട്ട് വാങ്ങിച്ചിട്ട് ഇപ്പൊ അവൻ നിനക്ക് ലെറ്റർ വാങ്ങി തരണം അല്ലേ? കൊള്ളാട്ടാ, നന്നായിട്ടുണ്ട്. രാത്രിയിൽ 2 പെഗ് കഴിക്കാനുള്ള അനുവാദം തന്നപ്പോ ആ ശീലം അങ്ങ് പകലുമാക്കിയല്ലേ? എന്റെ ടെൻഷൻ പറഞ്ഞ നിനക്ക് മനസ്സിലാവത്തില്ല ശിവാനി. പ്രണവ് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോ ഒരു ഭാര്യ എന്ന നിലയിൽ എനിക്ക് എത്രത്തോളം വിഷമം ഉണ്ടാവുന്നൊന്ന് ചിന്തിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. പ്ലീസ് ശിവാനി, നീ എന്നെ ഒന്ന് മനസ്സിലാക്ക്. എന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയോ നിനക്ക്? പ്രണവ് എന്നോടൊന്നും പറയാറില്ലല്ലോ ഇപ്പൊ. എല്ലാം വസുന്ധരാന്റെ അടുത്തല്ലേ ഷെയർ ചെയ്യുന്നേ. പഴയ ഇഷ്ടമൊന്നും ഇപ്പൊ എന്നോടില്ല. എനിക്കെല്ലാം അറിയാം. ഇതിനിടയ്ക്ക് ഇങ്ങനത്തെ വർത്താനം പറയല്ലേ ശിവാനി. ഞാൻ വസുന്ധരാന്റെ അടുത്ത് സംസാരിക്കുന്നത് ബിസിനസ് കാര്യങ്ങളാണ്. ഈ അവസ്ഥയിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുകയാണ് ഞങ്ങള്. ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തോറ്റു തുന്നാൻ പാടിപ്പോവും. ഗൗതം കൈവിട്ടപ്പോ പരാജയപ്പെട്ടതാണെന്ന് കളിയാക്കും ആൾക്കാര്. കാര്യം എന്താന്ന് വെച്ചാ പറ പ്രണവേ. ആ എംവാഗ് പ്രൊജക്ട് എനിക്ക് തരണമെങ്കിൽ ഗൗതം ഒരു കൺസൾട്ടന്റ് ആയിട്ടെങ്കിലും കൂടെ ഉണ്ടാവണമെന്നാണ് ഹൈടെക് സിറ്റി മാനേജർ പറയുന്നത്. ഞാൻ എങ്ങനെ ഗൗതമിനെ കൂടെ നിർത്താനാ? വസുന്ധരാന്റെ കുറെ സംസാരിച്ചു. അവസാനം ഒരു ലൂപ്പ് ഹോൾ. ഗൗതം കൂടെ ഉണ്ടാവുന്നുള്ള ഒരു ഉറപ്പ്. കൺസൾട്ടന്റ് ആയിട്ട് കൂടെ നിന്നോളാന്ന് ഗൗതം സമ്മതിച്ചേരുന്ന ഒരു കടലാസ്. അത് കൊടുത്തു കഴിഞ്ഞാൽ 500 കോടി രൂപയുടെ പ്രൊജക്ട് എനിക്ക് കിട്ടും. അല്ലെങ്കിൽ ഞാൻ നേരിട്ട് എന്ന് ഗൗതമിനോട് ഒപ്പിട്ട് തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാ പുറങ്കാലിന് തൊഴിച്ചെടുത്ത് വെളികളയും. പിന്നൊരു വഴി ആന്റി പറഞ്ഞെന്ന വഴിയാണ്. അമ്മ പറഞ്ഞ ഗൗതം കേക്കും. നാണം കെട്ട് ഞാൻ അമ്മയെ വിളിച്ചു നോക്കി. എന്നെ ആക്ഷേപിച്ചു, പരിഹസിച്ചു. ചത്താലും ശരി ഗൗതമിനോട് ഒപ്പിട്ട് തരാൻ പറയത്തില്ലെന്ന് മാത്രമല്ല, ഗൗതം ഒപ്പിടാതെങ്ങാണം ചിന്തിച്ച് കഴിഞ്ഞ ഞാൻ അതിനെ അനുവദിക്കത്തില്ല എന്നും കൂടെ പറഞ്ഞു. അത് ശരി. അപ്പൊ അങ്ങനെയാണ് കാര്യം. അങ്ങനെയെന്നല്ല, അതെന്റെ അവസാനമാണ്. ഗൗതമിന്റെ ഒപ്പ് വേണോ എനിക്ക്. അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാനില്ല. ഗൗതമിനെ കൊണ്ട് അങ്ങനെ ഒരു സമ്മതപത്രം ഞാൻ ഒപ്പിട്ട് വാങ്ങിച്ചു തന്നാലോ? ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? പ്രണവ് പറയുന്നത് പോലെ ഒരു കടലാസ്. അതില് ഗൗതം ഒപ്പിട്ട് തരും. എങ്ങനെ? എങ്ങനെയെന്നൊന്നും ഞാൻ പറയില്ല. കാര്യം സാധിച്ചു തരും. പക്ഷെ പകരം എനിക്ക് എന്ത് തരും? പകരം ഞാൻ എന്ത് തരാനാ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഗൗതമിന്റെ ഒരു ഒപ്പുണ്ടെങ്കിൽ 500 കോടിയുടെ ഒരു പ്രോജക്റ്റ് പ്രണവിന് കിട്ടും. സ്വാഭാവികമായും ആ ഒപ്പ് വാങ്ങി തരുന്ന എനിക്ക് എന്തെങ്കിലും തരണ്ടേ? നീ എന്ത് ഉദ്ദേശിക്കുന്നത്? എന്ത് തരുമെന്ന് പറ. നീ ചോദിക്കുന്ന എന്തും തരാം, എത്ര വില കൊടുപ്പുള്ളതാണ്.